ആ എരപ്പന്മാരിലെ ഏറ്റവും എരപ്പനായ മമ്പാട് സക്കാഫിന്റെ ഒപ്പം സുന്നി ആദർശം എന്ന് പറഞ്ഞിട്ട് ഒന്നിക്കാൻ പോണ വരും. ഈ എം ടി ദാരിമി മുജിത്തബ ഫൈസിയൊക്കെ എത്ര മഹാന്മാരെ ശത്രുക്കളാവുള്ളു. എല്ലാ കണ്ട ഔലിയാക്കളും ഔലിയാക്കളും നേതാവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഇത്രത്തോനെ കയറ്റി ആ എരപ്പന്മാരെ കൂടെ സുന്നി തിരയാൻ പോണെന്തിനാ? ഒരു സമസ്തനെ കുറ്റം പറയാതെ സുന്നി പറയാൻ വേണ്ടി വന്നാൽ അവരെ സ്വീകരിക്കും. സുന്നി പറഞ്ഞോട്ടെ, എന്താ പ്രശ്നം? എന്താ സുന്നി പറഞ്ഞോട്ടെ? സുന്നി പറയണൊക്കെ സുന്നി അനുഭവം ഉണ്ടാവണം എന്നുണ്ടോ? സുന്നി പറയേണ്ട ആരും സമസ്തക്കാർ സ്വീകരിക്കും. സമസ്തക്കെതിരെ പറയാതിരുന്നാൽ മാത്രം മതി. ഒരു പക്ഷേ ആ പാർസലെ കൊണ്ട് ഓർക്ക് നല്ല മനസ്സ് കൊടുത്താലോ, സമസ്ത പിന്നെ എന്തെങ്കിലും ഒരു അനുഭവം ശംസുലമയോട് ഓർക്ക് കിട്ടിയാലോ, കിട്ടും ഇൻഷാ അല്ലാ. വഹാബ് സക്കാഫ് ഈ അടുത്ത കാലത്ത് സമസ്തക്കെതിരെ എന്തൊരു വാക്ക് പറഞ്ഞോ? നിങ്ങൾ പറയും, ഉണ്ടെങ്കിൽ പറഞ്ഞോളി, നമുക്ക് അപ്പം മറുപടി പറയാലോ. ഇനി വഹാബ് സക്കാഫ് എന്നല്ല, ഷാഖ്ഷാൽ ഹമീദൊക്കെ പോലും ബഹുമാനപ്പെട്ട സമസ്തയെ അനുകൂലിച്ച് വാക്ക് പറഞ്ഞാൽ ഞങ്ങൾ കൂടെ നിൽക്കും. ഞങ്ങൾ കൂടെ സമസ്തക്കാർ കൂടെ നിർത്തും. ചിലപ്പോൾ നിങ്ങൾ അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയും, പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. സമസ്തയെ കുറിച്ച് ആര് നന്മ പറഞ്ഞോ, പിന്നെ സുന്നിസം പറഞ്ഞോ, ആര് മഹാനായ ശംസുലമയെ കുറിച്ച് മഹത്വം പറഞ്ഞോ, അവരെ സമസ്തക്കാർ ഇഷ്ടപ്പെടും. അതൊരു ഇഷ്ടം തന്നെയാണ്. ഈ പറഞ്ഞ ഇതേ വഹാബ് സക്കാഫിന് സമസ്തക്കെതിരെ പറഞ്ഞോട്ടെ, സമസ്തക്കാരൻ പറയും, കേട്ടുക്കൂല. സമസ്തക്കാരൻ്റെ മനസ്സിൽ അതൊരു ഇഷ്ടമാണ്, ഒരു പ്രണയം നമുക്ക് വരാണ്ട്, അപ്പോഴാണ് കാര്യം മനസ്സിലാവുള്ളൂ. അല്ലാത്തതുകൊണ്ട് എത്ര പറഞ്ഞാൽ തിരിയൂല, പിരാന്തായിട്ട് തോന്നുള്ളൂ. വഹാബ് സക്കാഫി പറഞ്ഞോ, ഞാൻ മനസ്സിലാക്കി വ്യക്തിപരമായിട്ട് പറയട്ടെ, AP വിഭാഗത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസക്കാരുണ്ട്. സമസ്തയാണ് ശരി, 89 തെറ്റ് പറ്റിയെന്ന് ചിന്തിക്കണേ, പുറത്ത് പറയാത്ത, ഇന്ന് ലീഗിനെ പേടിച്ചിട്ട് ലീഗിനെതിരെ പറയാത്ത ആളുകളെ പോലെ തന്നെ AP വിഭാഗത്തിന് 89 തെറ്റിനെ കുറിച്ച് ചിന്തകൾ വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, പക്ഷെ പുറത്ത് പറയാൻ വേണ്ടി പറ്റൂല. അവരൊക്കെ ഇൻഷാ അല്ലാഹ് സമസ്തക്ക് തിരിച്ചു വരും. നോക്കിക്കൊണ്ടേ. 4-5 കൊല്ലമായിട്ട് ഇപ്പൊ അങ്ങനെയുള്ള കോലാഹലങ്ങള് ഉള്ളിന്റെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിലും ആരുടെയും പക്ഷത്ത് നിന്ന് പരസ്യമായിട്ടൊന്നും കേൾക്കുന്നില്ല. ആ ഒരു പക്ഷത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുന്നില്ല, അൽഹംദുലില്ലാഹ് എന്ന് വേണം നമുക്ക് പറയാൻ. എന്നാൽ ആരുമായിട്ടൊന്നും ഒരു ഐക്യത്തിലോ യോജിപ്പിലോ ആയിട്ടില്ല. അതിപ്പോ എല്ലാവരും അങ്ങനെ 4 ഇപ്പൊ തുല്യ അകലത്തിൽ നിൽക്കുന്നു. തുല്യ അകലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധങ്ങളുടെ കാര്യത്തിൽ, വലിപ്പത്തിന്റെ കാര്യത്തിലല്ല, അകലത്തിൽ ബന്ധത്തിന്റെ കാര്യത്തിൽ തുല്യ അകലത്തിലാണ് നിൽക്കുന്നത്. ആരുമായിട്ടും അങ്ങനെ ഒരു പ്രത്യേക രഞ്ജിപ്പൊന്നുമില്ല. എന്നാൽ പ്രകടമായ വാഗ്വാദങ്ങളും നടക്കുന്നില്ല. അത് എഴുത്തിലും ഇല്ല, സ്റ്റേജിലും കാണുന്നില്ല. പിന്നെ ആകെ കാണുന്നത് ഇതുപോലെയുള്ള ഈ സോഷ്യൽ മീഡിയയിലാണ്. തികച്ചും നമ്മളെ പോലുള്ളവർ അല്പന്മാര് 100 ആളെ കൊന്ന ആക്ക് പൊരുത്തപ്പെട്ട അല്ലെ, പുറത്തു കൊടുത്ത ആളാണ് ആര്? അള്ളാഹു. ആ കാരുണ്യം എത്രത്തോളം ഉണ്ടാവും? അപ്പൊ വാക്കുകൾ കൊണ്ട് ആരെന്ത് ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ പറഞ്ഞാലും അള്ളാഹു കാരുണ്യാണ്. ഈ സമസ്തയിലേക്ക് തിരിച്ചു വരാനുള്ള മനസ്സുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമസ്തയെ കുറിച്ച് നല്ലത് പറയാനുള്ള മനസ്സുണ്ടെങ്കിൽ, ഈ സമസ്തക്കാരെ കുറിച്ച് ശംസുലമയെ കുറിച്ച് മഹാനാണ് എന്ന് പറയാനുള്ള മനസ്സുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തുകൂടാ? ഇല്ല. പ്രതീക്ഷയാണ്. നമുക്ക് പ്രതീക്ഷ എപ്പോഴും വേണം. ആരും തേഞ്ഞോലില്ല. എന്തുകൊണ്ടാണ് ഇതിന് സിറാത്തുൽ മുസ്തഖീമായ വഴി എന്നെ അടിയുറപ്പിച്ച് നിർത്തണമെന്ന് എപ്പോഴും ദുആ ചെയ്യാനുള്ള കാരണം എന്താണ്? അത്ര പ്രശ്നങ്ങൾ ആരും തെറിച്ചു പോവില്ലോ. നമ്മളടക്കപ്പം ഈ പറയേണ്ട നമ്മൾക്ക് ഈ സമയത്ത് തെറിച്ചു അള്ളാഹ് കാക്കട്ടെ, ദുആ എപ്പോഴും ചെയ്യണം. ആരും കയറി ആരും തെറിച്ചു പോകും. അത് അങ്ങനത്തെ റൂട്ടാണത്. അപ്പൊ അവര് സമസ്തയെ അനുകൂലിച്ച് പറയുമ്പോൾ കൂടെ നിർത്തും. മമ്പാട് സഖാഫിയെ സമസ്തക്ക് എതിരെ വരുന്ന വഹാബിയെ ഒറ്റക്കെട്ടായി നേരിടാൻ മുന്നോട്ട് വന്നാൽ എല്ലാം മറന്ന് ഒന്നിക്കാനും എല്ലാം മറന്ന് കൈകോർത്തുകൊണ്ട് വഹാബിസത്തെ എതിർക്കാനും മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ മുൻകാല പണ്ഡിതന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്, ഞങ്ങൾക്ക് പഠിപ്പിച്ചത്. അല്ലാതെ കണ്ട് നിങ്ങൾ സമസ്തക്കുള്ളിൽ ചില ആദർശമല്ല എന്നാലും ചില സംഘടനാപരമായ വ്യത്യാസങ്ങൾക്ക് വേണ്ടി തെറ്റിപ്പിരിഞ്ഞു പോയവരെ നിങ്ങൾ ഒരിക്കലും അടുപ്പിക്കാൻ പാടില്ല എന്നും, ഇവിടെ വഹാബിസത്തെയും വഹാബിസത്തെ അനുകൂലിക്കുന്നവരുമാണ് നിങ്ങൾ അടുപ്പിച്ചു നിർത്തേണ്ടത് എന്നും ഏതെങ്കിലും ഒരു പണ്ഡിതൻ പ്രസംഗിച്ചാൽ ഞാൻ കേട്ടിട്ടില്ല, എൻ്റെ അറിവിലില്ല. ഒന്ന് പറഞ്ഞു തന്നെ ഉസ്താദെ. മമ്പാട് സഖാഫി ഇതല്ല, ഏത് സഖാഫി വന്നാലും ഞങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കും. മനസ്സിലാ? അല്ലാതെ അക്കീം പൈസയെ പോലെ തിമ്മിരട്ടം പറഞ്ഞാൽ ഞങ്ങൾ ചവിട്ടിയിട്ട് പുറത്തിടും, അത് ഉറപ്പാ. ഒരാറ്റ ചവിട്ടിന് അക്കീം പൈസ അങ്ങ് പുറത്തിടും. ഞങ്ങൾ തിമ്മിരട്ടം പറഞ്ഞു വരാറുണ്ട്. സമസ്തയെ അംഗീകരിക്കാനും സമസ്ത കൊടുത്തത് അത് സമസ്തയുടേതാണെന്ന് പറയാനും അദ്ദേഹം ആണത്തം കാണിക്കണം. അതല്ലാതെ കണ്ട് തിമ്മിരട്ടം കാണിച്ച അദ്ദേഹത്തെ ഞങ്ങൾ ചവിട്ടിയിട്ട് പുറത്തിടും. കാസർഗോഡ് ഞങ്ങൾ കാഞ്ഞങ്ങാട് സംയുക്തമായിട്ട് ഞങ്ങൾ തുറന്ന സംവാദവേദി ഉണ്ടാക്കിയില്ലേ? ഞങ്ങള് രണ്ടു കൂട്ടരും കൂടി ഒന്നിച്ചിട്ട്
തെറ്റിദ്ധരിച്ച് ഞങ്ങളോടൊപ്പം ഒന്നിക്കാമെന്ന തരത്തിൽ വന്നതുകൊണ്ടല്ലേ ഞങ്ങൾ കൂട്ടിയത്. മാത്രമല്ല ഞങ്ങളുടെ നാട്ടില്, എൻ്റെ നാട്ടിൽ തൃക്കരിപ്പൂര് മുജമ്മലിൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു 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 സ്കൂളും മദ്രസയും പള്ളിയൊക്കെ ഉണ്ട ഒരു നമ്മളെ എം എ ഉസ്താദ് ഉണ്ടാക്കിയതാണ്. എം എ ഉസ്താദിന്റെ നാട്ടുകാരൊക്കെ പിരിച്ച് അന്നുണ്ടാക്കിയത്. അന്ന് സംയുക്ത സമസ്തയായിരുന്നു. അന്ന് ഉണ്ടാക്കിയ സ്ഥാപനമുണ്ട്. അത് ഇന്നും അവര് എ പി കാരുടെ കയ്യിലാണ്. എ പി കാര് ഒരുപാട് കുട്ടികളും ഒക്കെ നമ്മൾ സമസ്തക്കാർ കുട്ടികളും എല്ലാം പഠിക്കുന്നുണ്ട് അവിടെ. അതേപോലെ തന്നെ മദ്രസ് ദർസ് എല്ലാം ഉണ്ട് അവർക്ക്. അവരിപ്പോൾ ഈയിടയ്ക്ക് ഈ ലാസ്റ്റ് ഇപ്പം നമ്മളെ ഈ സുപ്രഭാതം പത്രം വന്ന് ഇറങ്ങി പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു, അവരെന്നെ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മദ്രസിലും പള്ളിയിലൊക്കെ സുപ്രഭാതം എണ്ണം. അങ്ങനെ 3 സുപ്രഭാതം അവരുടെ 3 സ്ഥാപനങ്ങളിലായിട്ട് കൊടുക്കാൻ അവർ വന്നു. നമ്മളോട് അഭ്യർത്ഥിച്ചതിന്റെ പേരിൽ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറായി. ഞങ്ങൾ കൊടുത്തു. അവർ അതിന്റെ പൈസയും തന്നു. അപ്പോൾ സഹകരിക്കാൻ മുന്നോട്ട് വന്നാൽ ഞങ്ങൾ സഹകരിപ്പിക്കണ്ടേ? അല്ല, അക്കീം പൈസ ഇവിടെ തിമ്മിരിട്ടാണ് സുപ്രഭാതം പാടില്ല, കത്തിക്കണം എന്ന് പറയില്ല നമ്മളെ പരിപാടി, അവരെ പരിപാടി അല്ലല്ലോ. അവരതൊക്കെ തിരുത്തിയിട്ട് സുപ്രഭാതം വേണമെന്ന്. എൻ്റെ വീടിൻ്റെ അയൽവതിയിൽ ഒരു വലിയൊരു എ പിക്കാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുത്ത മറ്റേ ഇതാണ്, അന്ന് അവരുടെ പേപ്പറാണ് എ പിയുടെ, ആ സിറാജ് ആണ് അവിടെ വരുത്തുക. അങ്ങനെ ഞാൻ പോയി അദ്ദേഹത്തോട് വന്നിട്ട് കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളെ പത്രം ഇടണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ആയിക്കോട്ടെ, 1 3 ഇട്ടോ, എന്നാലും മടിയില്ല, 1 3 ഇട്ടോ. ഞാൻ സുപ്രഭാതത്തെ സ്നേഹിക്കുന്നു, ഞാൻ സുപ്രഭാതത്തിൻ്റെ ഒപ്പരമാണ്. പക്ഷെ ഇവിടെ അയാളുടെ ഭാഷയിൽ പറഞ്ഞ ശേഷം ഞാൻ ലീഗാനാണൊക്കെ പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. അയാൾ പറഞ്ഞു വെച്ചാൽ ചന്ദ്രിക എന്ന് പറഞ്ഞൊരു സാധനം എൻ്റെ വീടിൻ്റെ അയൽവാസിയിൽ വരരുത് അദ്ദേഹം പറഞ്ഞാ. അപ്പൊ ആ അയൽവാസിക്ക് കൂടി ഞാൻ എന്താക്കാം, സുപ്രഭാതം കൊടുക്കുക, എന്നാലും എന്താക്കാൻ പാടില്ല, ചന്ദ്രിക വരുത്താൻ പാടില്ല എന്ന് അയാൾ പറഞ്ഞതാ. അപ്പൊ അത്രമാത്രം ഞങ്ങളോട് സ്നേഹിച്ച് ഞങ്ങളോടൊപ്പം വരാൻ തയ്യാറായവരെ ഞങ്ങൾ കൂടണ്ടേ? എങ്ങനെയാ തെറ്റിദ്ധരേണ്ടത്? എങ്ങനെയാ ഞങ്ങളോടൊപ്പം സഹകരിക്കാം എന്ന് പറഞ്ഞ ഒരാൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ പറയുന്നതൊക്കെ അംഗീകരിക്കാം എന്നല്ല എൻ്റെ അർത്ഥം. അങ്ങനെയല്ലേ? പിന്നെന്താ തെറ്റിദ്ധരേണ്ടത്? തൗബ ചെയ്യണോ? അപ്പൊ ഇതിനു മുമ്പ് പല സംഘടനകളും ഇവിടെ പലതുമായിട്ട് പിളർന്നിട്ടില്ലേ? അന്നൊക്കെ തൗബ ചെയ്തിട്ടാ സ്വീകരിച്ചത് അല്ലല്ലോ. തൗബ ചെയ്തിട്ടാ സ്വീകരിച്ചത്. തൗബ ചെയ്യണോ? എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലായിട്ടില്ല. അവരൊക്കെ അത് തെറ്റി. ഇപ്പൊ എന്താ പറയാ, ഞാൻ നമ്മളെ ഈ ക്യാമ്പിലേക്ക് ഞാൻ ലീഗിന്റെ ഒരു സമ്മേളനം ഉണ്ടായപ്പോൾ ഞാൻ ആ സമ്മേളനത്തിൽ പോയപ്പം കടപ്പുറത്തുള്ള ഒരു ചങ്ങായി ഉണ്ടായിരുന്നു അവിടെ. കടപ്പുറത്തെ ജോയിന്റ് സെക്രട്ടറിയാണ്, അവിടുത്തെ ഒരു കമ്മിറ്റിന്റെ, വലിയ പഞ്ചായത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ് അദ്ദേഹവും. ഞാനും അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി ചായ കുടിച്ചിരിക്കൊണ്ടിരിക്കുമ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്രമൻക, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എൻ്റെ കൂടിയുണ്ട് ക്യാമ്പിലേക്ക് ഒരു 3-4 ആൾക്കാർ. പക്ഷെ നിങ്ങൾ പറയുമ്പോൾ ഞെട്ടിപ്പോവും. ഞാൻ എന്ത് സംഭവം എന്തേ? ആ 4 ആൾക്കാരിൽ 3 പേര് സക്കാഫിയാണ്, ആ 3 പേരും എ പിക്കാരാണ്. മറ്റേ ഒരു പറഞ്ഞ ഒരാളെ പറഞ്ഞു, അയാൾ സക്കാഫി അല്ല, പക്ഷെ അയാൾ എ പിക്കാരനാണ്, എ പി ആശയക്കാരനാണ്. അപ്പോൾ അവർ നിർബന്ധിച്ച് ഞങ്ങൾ എന്തായാലും സമ്മേളനത്തിൽ നമ്മൾ അവിടുത്തെ ക്യാമ്പിലേക്കെല്ലാം പറഞ്ഞ് നമുക്ക് നിങ്ങളുമായിട്ട് സമസ്തയുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്തണം എന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട്, എല്ലാ തെറ്റുകളും തിരുത്തി ഞങ്ങൾ സമസ്തയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ അയാൾ. അപ്പോൾ അയാൾ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു, അതിന് ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അയാൾ. ക്യാമ്പിലേക്ക് ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല, എനിക്ക് ശ്രമിക്കുന്നുണ്ടെന്നും അയാൾ പറഞ്ഞു എന്നോട്. അപ്പം അതാണ് തെറ്റുതിരുത്തി വരുന്നവരെ ഞങ്ങൾ ഇരുകൈന്നിട്ട് സ്വീകരിക്കണം. അത് അക്കീം ഫൈസി എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, എല്ലാ തെമ്മാടിത്തരം ഉപേക്ഷിച്ചുകൊണ്ട്, അദ്ദേഹം ഇതുവരെ പ്രവർത്തിച്ചതും പറഞ്ഞതുമായ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് സമസ്തയെ അംഗീകരിച്ച് വരികയാണെങ്കിൽ ഞങ്ങൾ ഇരുകൈന്നിട്ട് സ്വീകരിക്കും. ഇല്ലെങ്കിൽ ചാപിട്ടി പുറത്താക്കും കൊച്ചങ്ങനെ. ഹമീദക്ക് മനസ്സിലാക്കുക സുന്നി എന്തോന്ന് പറഞ്ഞു നിങ്ങൾ. ഹമീദക്ക, നിങ്ങൾ മനസ്സിലാക്കുക സുന്നി പിന്നെ പാരമ്പര്യ ഇസ്ലാം പറഞ്ഞാൽ എന്താണ് അത് പറഞ്ഞാലേ നമുക്ക് എന്ത് കിട്ടണം? തൊള്ള കൊണ്ട് പറയണ അപ്പുറം നമുക്ക് എന്ത് വേണം അതിന്? ഇപ്പൊ ഹമീദക്ക ഒരു സമസ്തക്കാരനാണല്ലോ, പേര് വാക്കുകൾ കൊണ്ട് അല്ലേ, തൊള്ളപ്പാത്തിൽ സമസ്തക്കാരനല്ലേ, എല്ലാവരുടെ ഭാഷ നിങ്ങൾ സുന്നി അല്ലേ? നിങ്ങൾ പറയും എന്താണ് സുന്നി, ഒരു സുന്നി എന്താണ് എന്ന് പറഞ്ഞത്. കുറെ പാരമ്പര്യമൊക്കെ ഒരു മനുഷ്യനല്ലേ പറയും. സുന്നിസം എന്ന് പറഞ്ഞ രണ്ട് സൈസ് തിരിച്ചിട്ടുണ്ട്. ഒന്ന് കിതാബെന്ന് തിരിയുക, 2 ജീവിതാനുഭവം കൊണ്ട് തിരിയുക. കിതാബെന്ന് തിരിഞ്ഞാൽ കിതാബ് തിരിഞ്ഞ കാര്യങ്ങൾ പറയാ. അതേ സ്ഥാനത്ത് സമസ്തക്കാർ എന്ന് പറഞ്ഞാൽ കിതാബെന്ന് തിരിഞ്ഞ തിരിച്ചിൽ മാത്രമല്ല, അവർക്ക് മഹാനായ ശംസുലമ അടക്കമുള്ള സമസ്തന്റെ മഹാന്മാരിൽ കിട്ടിയ അനുഭവങ്ങൾ ഉണ്ടാവും. അത് വേറൊരു തിരിച്ചിലാണ്.
അത് കിതാബിന്റെ അപ്പുറം തിരിയും. നമുക്ക് അതിന് കുറച്ച് കാര്യങ്ങളാണ്, പഠിച്ചാൽ മാത്രം പോരാ, അതിന് സമസ്തയായിട്ട് ജീവിക്കണം. അപ്പൊ ആ ഒരു തിരിച്ചിൽ വരും. അതിന് പറഞ്ഞു വെച്ചിട്ടോ കിതാബിന് തെളിവ് വെച്ചിട്ടോ തിരിയേണ്ട തിരിച്ചിലല്ല, അത് ശാസ്ത്രത്തിന്റെ അപ്പുറം ഒരു തിരിച്ചിലുണ്ട്. സമസ്ത യുക്തിക്കും അപ്പുറം എന്ന് സമസ്തക്കാരൻ പറയാനുള്ള കാരണം എന്താ? അത് യുക്തിക്കും അപ്പുറം തന്നെയാണ്. പിന്നാരെ അമീദക്ക് ആർക്കും തിരിച്ചു വന്നുകൂടാ. നമ്മൾ എത്രമാര് സക്കാഫികളെ തിരിച്ചെടുത്തു, എത്ര ആൾക്കാർ തിരിച്ചു വന്നാൽ തിരിച്ചു പോയി. അതൊരു ഈമാന്റെ ഭാഗമാണ്. ഇവിടെ നിൽക്കണം എന്നുണ്ട് തോന്നലുണ്ടോ, അയാളെ നമ്മൾ പ്രോത്സാഹനം കൊടുക്കും. സമസ്തയെ കുറിച്ച് നല്ലത് പറഞ്ഞോ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. സമസ്തയെ കുറിച്ച് മോശപ്പെട്ട വാക്ക് പറഞ്ഞോ നിരുത്സാഹപ്പെടുത്തും. അത്രേ ഉള്ളൂലേ. APക്കാർ സമസ്തയെ കുറിച്ച് നല്ലൊരു വാക്ക് പറഞ്ഞാൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറം ഒന്നുമില്ലേ. ഓൽക്കും എല്ലാവർക്കും, നിങ്ങൾക്ക് സ്വാഭാവിക അടക്കം സമസ്തയെ തിരിയേണ്ട പോലെ തിരിഞ്ഞ് കൂടെ നിൽക്കണം മനസ്സ് റബ്ബ് തരട്ടെ.